അല്ല, ഇത് കുറച്ചു കാലമായി പ്രധാനമന്ത്രി സംസാരിക്കുന്ന വൺ നേഷൻ വൺ ഇലക്ഷൻ വേണം. ഇത് ഞങ്ങൾ നേരിട്ട് ചൂണ്ടിക്കാണിച്ചത് ഇത് സാധ്യതയില്ലാത്തൊരു ഒരു ഇംപ്രാക്ടിക്കൽ പ്രോപ്പോസിഷനാണ്. കാരണം എന്താണ്, നമ്മൾ എങ്ങനെയാണ് ഈ സ്ഥിതി എത്തിയത്? 52-ലും 57-ലും 62-ലും 67-ലും ഒക്കെ വൺ നേഷൻ വൺ ഇലക്ഷൻ ആയിരുന്നുവല്ലോ. പിന്നെ എന്ത് പറ്റിയേ? ചില നിയമസഭയിൽ ഭൂരിപക്ഷം ഉണ്ടായിരുന്നില്ല, സർക്കാർ വീണു, അപ്പോൾ ഇലക്ഷൻ്റെ സമയം തെറ്റി. ചില ഭാഗത്ത് വേറെ ഡിസോൾവ്ഡായി പ്രസിഡൻസികൾ വന്നു, ചില വേറെ ഭാഗത്ത് പിന്നെ മുഖ്യമന്ത്രി രാജിവെച്ചിട്ട് പുതിയ മുഖ്യമന്ത്രി ഇലക്ഷൻ പ്രഖ്യാപിച്ചു. ഇതെല്ലാം ചെയ്ത ശേഷം നമ്മുടെ രാജ്യത്തിൽ ഇപ്പോൾ കലണ്ടർ അങ്ങനെ തെറ്റിമാറിയിട്ടുണ്ട്. കേന്ദ്ര പാർലമെൻറ്റും കൂടി 1972 വരാൻ പോകുന്ന തെരഞ്ഞെടുപ്പ് 71 നടത്തി, പിന്നെ 76 വരാനുള്ള തെരഞ്ഞെടുപ്പ് 77 എല്ലാ കാലണ്ടറും നമ്മളുടെ രാഷ്ട്രീയ ചരിത്രത്തിൽ തന്നെ തെറ്റിപ്പോയിട്ടുണ്ട്. അപ്പോൾ ആ സ്ഥിതിയിൽ നമ്മൾക്ക് ഇപ്പോഴുള്ള യാഥാർത്ഥ്യം നാളെയും വീണ്ടും സംഭവിച്ചൂടെ? ഇതാണ് ഈ സർക്കാർ മനസ്സിലാക്കാൻ സാധിക്കാത്തത്. ഞങ്ങളുടെ കണക്ക് പ്രകാരം ഇത് നടത്താൻ 18 കോൺസ്റ്റിറ്റ്യൂഷണൽ അമെൻമെൻറ്റ് വേണ്ടി വരും. 18 അമെൻമെൻറ്റ്. അതിലത്തെ പല അമെൻമെൻറ്റ്സും നമ്മുടെ ഭരണഘടന പ്രകാരം സംസ്ഥാന സർക്കാരുകളും സംസ്ഥാന നിയമസഭകളും അപ്രൂവ് ചെയ്യേണ്ടി വരും. ഇതെല്ലാം എത്ര വർഷവും എടുക്കാൻ പോകണം? എന്തിനാണ് BJP അനാവശ്യമായിട്ട് സാധ്യതയില്ലാത്തൊരു പ്രൊവിഷൻ കൊണ്ടുവന്നിട്ട് ആൾക്കാരുടെ സമയം കളയാനാണ് എനിക്ക് മനസ്സിലാവാത്തത്. എന്തായാലും ഇതിനെക്കുറിച്ച് പല ചർച്ച നടത്താറുണ്ട്, ഇതുവരെ നടന്നിട്ടില്ല. നമ്മൾ ബില്ലിൻ്റെ ഡീറ്റെയിൽ കാണട്ടെ, പാർലമെൻറ്റിൽ അവർ കൊണ്ടുവരട്ടെ. എൻ്റെ അഭിപ്രായത്തിൽ ആദ്യം ഒരു സ്റ്റാൻഡിംഗ് കമ്മിറ്റി കൊണ്ടുവരായിരിക്കും ബുദ്ധി. നല്ലപോലെ ചർച്ച ചെയ്തിട്ട് ഇതിൻ്റെ സാധ്യതകളും അസാധ്യതകളും ചൂണ്ടിക്കാണിച്ച ശേഷം ഒരു നല്ലൊരു ഡിബേറ്റ് നടന്ന ശേഷം നമുക്ക് നോക്കാതെ എവിടെ പോകണമെന്ന്. എൻ്റെ അഭിപ്രായത്തിൽ ഇത് പാർലമെൻറ്റിൽ ഒരു 2/3 മെജോറിറ്റി കൊണ്ട് പാസ്സാവാനുള്ള സാധ്യത കുറവാണ്. അത് കഴിഞ്ഞിട്ട് ഒരു ഭൂരിപക്ഷം സംസ്ഥാനങ്ങൾ പാസ്സാക്കാൻ അതുമീതെ കുറവ് സാധ്യതമാണ്. അതോ 18 അമെൻമെൻറ്റ് പറഞ്ഞ് ചെറുതല്ല, 1-2 പാസ്സാക്കി കഴിഞ്ഞാൽ മറ്റേത് പോരാ. അപ്പോൾ ഇതെല്ലാം കൂടി വെച്ച് നടത്താനുള്ള അസംഭവമാണ് എൻ്റെ അഭിപ്രായത്തിൽ. എന്തായാലും സർക്കാർ ഇങ്ങനെ അവരുടെ ഒരു വാഗ്ദാനം പാലിക്കാൻ വേണ്ടി അവർ മുന്നോട്ട് കൊണ്ടുവന്നിട്ടുണ്ട്. പക്ഷേ ഇത് എത്ര ദൂരം പോവും? ബഹുദൂരമൊന്നും പോകാൻ പോകുന്നില്ല എന്നാണ് ഞങ്ങൾ മനസ്സിലാക്കിയിരിക്കുന്നത്. നമ്മുടെ KPCC അധ്യക്ഷൻ പറഞ്ഞ പോലെ ഞങ്ങൾക്ക് ഇൻ പ്രിൻസിപ്പിൾ ഈ ബഹുസ്വരതയുടെ രാജ്യത്തിൽ ഇങ്ങനെയൊരു രീതിയൊന്നും നടക്കില്ല എന്നും കൂടി ഒരു തെളിവാണ്. നാളെ എങ്ങനെയാണ് ഇപ്പോൾ ഈ 28 വേറെ വേറെ കലണ്ടറുള്ള സംസ്ഥാനങ്ങളെ എല്ലാം കൂടി ഒരു സമയത്താക്കുക? ചില സംസ്ഥാനങ്ങളുടെ ഇലക്ഷൻ അവരുടെ 5 വർഷത്തിന് ജയിച്ചവർക്ക് 3 വർഷം കിട്ടുള്ളൂ. അവരത് സമ്മതിക്കുമോ? അവർ കോടതിയിൽ പോയില്ലേ? ചിലവർക്കിപ്പോൾ അടുത്ത വർഷം ഇലക്ഷൻ വരാൻ അവർക്ക് 5 വർഷം ഇനിയുമുണ്ട്. അവരായ പിന്നെ ഇനി 2029 ഒരു ഇലക്ഷൻ തന്നെ കൊണ്ടുവന്ന് പറഞ്ഞാൽ അവരുടെ ടേമിന് ഷോർട്ടൻ ചെയ്യേണ്ടി വരില്ലേ? അത് എന്ത് നിയമത്തിൻ്റെ അടിസ്ഥാനത്തിലായിരിക്കും? പ്രാക്ടിക്കലേ അല്ല, ഏത് വിധത്തിലും പ്രാക്ടിക്കലല്ല. ഇത് മനസ്സിലാക്കാൻ വലിയ ചരിത്രം എക്സ്പേർട്ടൊന്നും അറിയാൻ ആവശ്യമില്ല. നമ്മുടെ രാഷ്ട്രീയത്തിൻ്റെ ഓരോ കഥകൾ, ഓരോ കാര്യങ്ങൾ മനസ്സിലാക്കി എങ്ങനെയാണ് നമ്മൾ ഈ സ്ഥിതി എത്തിയെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അതോടെ നമ്മൾക്ക് മനസ്സിലാവുക എങ്ങനെയാണത് ഇതിനെ മാറ്റാൻ സാധിക്കാത്തത്. വീണ്ടും അവർ വൺ നേഷൻ വൺ ഇലക്ഷൻ കൊണ്ടുവന്നാൽ വീണ്ടും കുറച്ച് വർഷത്തിൻ്റെ അകത്ത് ഇതന്നെ സ്ഥിതിയായിരിക്കും. അതുകൊണ്ട് ഇതിനെ അമേരിക്കയിലെ ഒരു ചൊല്ലുണ്ട്, ഇഫ് ഇറ്റ് എയിൻറ്റ് ബ്രോക്ക് ഡോണ്ട് ഫിക്സ് ഇറ്റ്. പൊട്ടിയിട്ടില്ലെങ്കിൽ പിന്നെ എന്തിനാണ് റിപ്പയർ ചെയ്യാൻ നിൽക്കണത്, നേരാക്കാൻ നിൽക്കുന്നത്? അതാണ് ഞങ്ങളുടെ ഉപദേശം. എന്തായാലും ചർച്ച വരട്ടെ, പാർലമെന്റിൽ നമുക്ക് സംസാരിച്ചോ. i2i News, an eye for truth. i2i News സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലാത്തവർ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക. നോട്ടിഫിക്കേഷൻ ലഭിക്കുവാൻ ബെൽ ബട്ടണും അമർത്തുക.